ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലിമ നസ്രിന്റെ കൊൽക്കത്ത സന്ദർശനത്തിനെതിരെ പ്രകോപന പരാമർശങ്ങളുമായി ജിഹാദി സംഘടനകൾ. തസ്ലിമ അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് ആരോപിച്ച് ജംഇയ്യത്തുൽ ഉലമ ഹിന്ദ് നേതാവ് സിദ്ദിഖുള്ള ചൗധരി രംഗത്ത് വന്നു. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തസ്ലിമ നസ്രീൻ കൊൽക്കത്തയിലേക്ക് തിരിച്ചെത്തുന്നത്. തീവ്ര ഇസ്ലാമിക നിലപാടുകൾക്കെതിരെ എഴുതിയതിൻ്റെ പേരിൽ ബംഗ്ലാദേശിൽ നിന്നും നാടുകടത്തപ്പെട്ട എഴുത്തുകാരിയാണ് തസ്ലിമ നസ്രീൻ. നീണ്ട 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർ കൊൽക്കത്തയിലേക്ക് എത്തുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ബംഗാളിൽ വൻ വിവാദങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടത്. തസ്ലിമയുടെ സന്ദർശനത്തിനെതിരെ ജമയത്തുൽ ഉലുമ ഹിന്ദ് അധ്യക്ഷൻ സിദ്ദിഖുള്ള ചൗധരി രംഗത്തെത്തിയിരിക്കുകയാണ്. തസ്ലിമ നസ്രീനെ അള്ളാഹുവിൻ്റെ ശത്രു എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. തസ്ലിമയുടെ സന്ദർശനത്തിന് അനുമതി നൽകുന്നതിലൂടെ ബംഗാൾ സർക്കാർ മുസ്ലിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്നും സിദ്ദിഖുള്ള ചൗധരി പരസ്യമായി പറഞ്ഞു. मुसलमानों का इम्तिहान लेना चाहते हैं, टटोलना चाहते हैं. तस्लीमा अल्लाह का दुश्मन है, हमारे प्यारे नबी सल्लल्लाहु अलैहि वसल्लम का दुश्मन है. दिखंडित किताब में 49, 50 और 51 पेज में लिखा है. अब दोबारा बुलाना इसके मतलब आ बैल मुझे मार, ये सिचुएशन है. मुसलमान दुखी है, हम क्या करेंगे. और तस्लीमा नसरीन से बंगाल का डेवलप होगा, सड़क का, पैसे का, नौकरी का. बंगाल के डेवलप तस्लीमा नसरीन करेगी. यहाँ कोई राइटर नहीं है कि आपको तस्लीमा नसरीन को खोज के लाना पड़ेगा. 2007 കൊൽക്കത്തയിൽ തസ്ലിമ നസ്രീനെതിരെ നടന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനകളിലൊന്നാണ് ജമയത്തുൽ ഉലുമ ഹിന്ദ്. അന്ന് തസ്ലിമ നസ്രീനെ കൊൽക്കത്തയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട ഇസ്ലാം മതമൗലികവാദികൾ നഗരത്തിൽ വൻ അക്രമം അഴിച്ചുവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് അവർക്ക് കൊൽക്കത്ത വിടേണ്ടി വന്നത്. വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും മടങ്ങിയെത്തുമ്പോൾ സമാനമായ രീതിയിൽ പരസ്യമായ എതിർപ്പും ഭീഷണിയും ഉയരുന്നത് ബംഗാളിലെ ക്രമസമാധാന നിലയെ വീണ്ടും വഷളാക്കുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. സിദ്ദിഖുള്ള ചൗധരിയുടെ ഈ വിവാദ പരാമർശത്തിനെതിരെ BJP കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തൃണമൂൽ സർക്കാരല്ല ഭരിക്കുന്നതെന്നും മറിച്ച് BJP ആണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ഭരണത്തിലുള്ളതെന്നും ഇത്തരം മതതീവ്രവാദികൾ ഓർക്കണമെന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. ജനം, ഡൽഹി.